ഹലോ, സിനിമാ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി സെല്ലുലോയിഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയത്തിനു ശേഷം പ്രണവ് മോഹൻലാലിനെ നായകനാക്കി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനും ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായ വിശേഷം അദ്ദേഹം തന്നെ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരെ അറിയിച്ചിരുന്നു. വളരെ ഒരു ഫൺ ഷൂട്ടിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്നും വിനീത് ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടന്റെ ആരാധകർ വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ലിജോ ജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്യുന്ന മലൈക്കോട്ടെ വാലിബൻ. ചിത്രത്തിന്റെ ഏറ്റവും പുതിയ പോസ്റ്റർ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്നെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജസിലൂടെ നമ്മളുമായി പങ്കുവച്ചിരുന്നു. ഈ പോസ്റ്ററിലൂടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി 30 ദിവസം കൂടി മാത്രമേ ഉള്ളൂ മലൈക്കോട്ടെ വാലിബൻ നമ്മളിലേക്ക് എത്താൻ. ഓരോ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയിട്ടും താരങ്ങൾ ഇടുന്ന എഫേർട്സ് കണ്ടിട്ട് നമ്മൾ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ ഞെട്ടിച്ചിരിക്കുന്നത് ടൊവിനോ തോമസ് ആണ്. അജയന്റെ രണ്ടാം മോഷണം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന് വേണ്ടിയിട്ടുള്ള കളരിപ്പയറ്റ് അഭ്യാസങ്ങളിലൂടെയാണ് അദ്ദേഹം ആരാധകരെ ഞെട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ അദ്ദേഹം തന്നെയാണ് തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ആരാധകരുമായി പങ്കുവച്ചിട്ടുള്ളത്. ലിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ നിവിൻ പോളി ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ. സിനിമയുടെ ആദ്യത്തെ അപ്ഡേറ്റ് ലിസ്റ്റൺ സ്റ്റീഫൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് വഴി ആരാധകരുമായി പങ്കുവച്ചത്. മലയാളി ഫ്രം ഇന്ത്യ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ഫിലിം ആണെന്നാണ് സിനിമയുടെ ഇതുവരെ പങ്കുവച്ചിട്ടുള്ള അപ്ഡേറ്റ്സ് വഴി നമുക്ക് തോന്നുന്നത്. കുഞ്ചാക്കോ ബോബന്റെ ഏറ്റവും പുതിയ കോമഡി എന്റർടൈൻമെന്റ് ഫിലിമാണ് ഗർ. സുരാജ് വെഞ്ഞാറമൂടും ചാക്കോച്ചനും തന്നെയാണ് സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചാക്കോച്ചൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ നമ്മളുമായി പങ്കുവച്ചത്. സെല്ലുലോയിഡിൽ അടുത്തതായി സ്റ്റാർ ടോക്ക്. ഒരപാര കല്യാണ വിശേഷം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ താരങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നു. ഞാൻ കാണുന്ന സമയം തൊട്ട്, അതായത് ഇപ്പം കൈലാഷ് ചേട്ടനെ നീലത്താമര തൊട്ടിട്ടോ ഭഗത് ചേട്ടനെ മലർവാടി തൊട്ടിട്ടോ കാണുന്ന സമയത്ത് ഇതേപോലെ തന്നെയാണ് രണ്ടുപേരും ഇരിക്കുന്നത്. അതായത് ആ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ എത്രയിലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ആ ഒരു സമയത്ത് അപ്പൊ ഞാൻ അന്ന് സ്കൂളിൽ പഠിച്ചു അതൊക്കെ അല്ല ശ്രദ്ധിക്കേണ്ടത്. സിനിമ നടക്കായിരുന്നു. അപ്പൊ ഇത്ര നല്ല സിനിമയെ കണ്ടെങ്കിൽ നമ്മള് കാണില്ലേ ചേട്ടാ, എന്താ പറയുക? ഈ ചെറിയ സിനിമ കണ്ടതായ പ്രശ്നം അല്ല, ഞാൻ വെറുതെ ചുമ്മാ ഒന്ന് വരട്ടി നോക്കിയതാ. എന്റെ അന്നത്തെ രണ്ടാമത് ഞാനിവരെ കാണാൻ കുറിച്ചിട്ടുണ്ട് ഈ പടം കണ്ടിട്ട്. എന്റെ രണ്ടാമത്തെ നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കായിരുന്നു? അല്ല, ഞാൻ ക്ലാസ്സിലായിരുന്നു. ഞാൻ ഇങ്ങനെ ഈ പടം വെറുതെ ആവശ്യമില്ലാണ്ട് ഇങ്ങനെ വേറെ കാര്യമുണ്ട്. ഞാൻ ശരിക്കും ഈ പടത്തിൽ ഞാനല്ലായിരുന്നു ആർട്ടിസ്റ്റ്. ആണോ? വലിയൊരു നടനായിരുന്നു. അയാളുടെ നല്ല സമയം മാറി, അപ്പൊ എനിക്ക് നല്ല സമയം കിട്ടി. ഞാനല്ലായിരുന്നു, വേറെ ആളെ ഫിക്സ് ചെയ്താ. പക്ഷെ ഞാൻ ഇവരെ കാണാൻ കുറിച്ചിട്ടുണ്ട് പല സമയത്ത്. കൈലേഷനൊക്കെ നീലത്താമര കാണുമ്പോഴും നേരിട്ട് കണ്ടല്ലോ. ചെയ്തിട്ടില്ലേ നിങ്ങളൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ആ സമയത്തൊക്കെ ഇതായിരുന്നു ഭയങ്കര പാട്ട് പറഞ്ഞ എത്ര എന്റെ അമ്മേന്റെ ഒക്കെ കോളർ ട്യൂണൊക്കെ ആയിരുന്നു അനുരാഗ് വിലോചനായി. ഞങ്ങൾ ചെന്നിട്ട് പടത്തിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു താരജാടയില്ലാത്ത താരം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ കയ്യിലൊന്നും വിളിക്കണ കയ്യിലൊന്നും അന്ന് പറയാൻ കയ്യിലൊന്നും വിളിക്കണ പുറത്തു വരല്ലേ.
അവര് ഭയങ്കര കമ്പനിയായിരുന്നു ഭഗത് ശേഷം ഭയങ്കര ചുരുക്കം കൂട്ടുകാരെ അങ്ങനെ വിളിക്കാറില്ല കേൾക്കുന്ന ഈ പട്ടിക്കുഞ്ഞിനെ വിളിക്കേണ്ട എനിക്ക് ഫീൽ ചെയ്യും. രസമായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ്. മെയിൻ എന്താ വെച്ചാൽ ഇവർക്കൊക്കെ ഒരുപാട് സ്റ്റേജ് എക്സ്പീരിയൻസ് ഉണ്ട്. ഭയങ്കര അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഷൂട്ട് കഴിഞ്ഞ രാത്രിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവരുടെ എല്ലാവരുടെയും കുറെ കഥകൾ കേൾക്കും. ഭയങ്കര രസമാണ് പാട്ട്. നമ്മൾക്കത് പലപ്പോഴും ഈ ഇന്റർവ്യൂസിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചിലപ്പോൾ പറയാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. ഇവർക്ക് പറ്റിയ തമാശകൾ, ഇവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, ഇവരോട് ആൾക്കാർ കാണിച്ചിട്ടുള്ള സാധനം അത് ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് ഈ ഫോണും പരിപാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കയ്യിലൊന്നും എക്സ്പീരിയൻസ് ഉണ്ടാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടം നമ്മൾ ആ ഒരു 10-13 വർഷത്തെ ഒരു മുന്നേ ഉള്ള സമയം ഉണ്ടല്ലോ, സെറ്റിൽ ഇരുന്നിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയുന്ന ഒരു ഇതുണ്ടല്ലോ. ഈ ഫോൺ പിടിച്ചുകൊണ്ട് ക്യാരവാനകത്ത് കയറി ഇരിക്കുന്ന പരിപാടി അല്ലാതെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് വർത്താനം പറയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അവരുടെ ഓരോ എക്സ്പീരിയൻസുകൾ, അവരുടെ വൈകുന്നേരം പാട്ടൊക്കെ ഉണ്ടാ റൂമില്. ഞങ്ങളൊരു കരോക്കെ മേക്കുണ്ട്. സുധീർ ഉണ്ട്, നമ്മളെ പറവൂർ സുധീർ. ഇപ്പൊ നമ്മുടെ കേശവമാവൻ കിളിഞ്ഞോ പെഞ്ഞോ അപ്പൊ അദ്ദേഹം ഞാൻ ഇപ്പോഴും പറയുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ഇപ്പൊ ഹിറ്റായ ഒരു പാടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞു അന്നത് പുറത്ത് പാടിയിട്ടില്ല. ഞാൻ നിങ്ങളെ അതിന്റെ ആക്ച്വൽ രീതി അങ്ങനെ പുള്ളി കുറച്ച് മാറ്റിയിട്ടാണ് പുള്ളി പുറത്തിറങ്ങിയത്. പക്ഷെ അതിന്റെ ഒറിജിനൽ വേർഷൻ പുള്ളി അങ്ങനെ അടുത്ത് പാടിയുണ്ട്. ചിരിച്ച് നാശിക്കുന്ന എനിക്കറിയാമല്ലോ അവന്റെ വോയിസ്. ഞാൻ അവനെ വീട്ടിൽ തന്നെ തല്ലാനെ വിളിച്ച് നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. പുള്ളിക്ക് കുറെ നല്ല പടങ്ങളില് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തത്. ഇപ്പൊ 5 പേരിൽ ഒരാൾ മൂപ്പരാണ്. അയാൾ വളരെ സെൻസിബിൾ ആക്ടറാണ്. നമ്മളിപ്പോ ഞാൻ മുമ്പ് ബർത്തിനെ കുറിച്ച് പറഞ്ഞു പറയാണ്. നമ്മൾ പലപ്പോഴും ഈ ഇന്റർവ്യൂസ് കണ്ടിട്ടോ ഒക്കെ ആണല്ലോ നമ്മളൊരാളെടുത്ത് അയാൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടിരുന്ന ആളോ. പക്ഷേ ഞാനത് കഴിഞ്ഞ ദിവസം മഹാറാണിയുടെ പ്രൊമോഷനിൽ ഞാനത് പറയാണ്ടായിരുന്നു. ആക്ഷനും കട്ടിലും ഇടയ്ക്ക് അയാൾ വളരെ പ്രൊഫഷണലാണ്. അതുവരെയുള്ള തമാശയും ഓടി നടക്കുന്ന ബേളൊക്കെ ഒരു സൈഡ് നടക്കുന്നുണ്ടാവും. അതാണ് ശരിക്കും വേണ്ടത്. ജോലി കറക്റ്റാണോ എന്ന് നോക്കിയാൽ മതി. എന്തിനാണോ എന്നെ എടുത്തത്, ഞാൻ ചെയ്യേണ്ട പരിപാടി കറക്റ്റാണോ, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അതാണ് അവൻ്റെ അയാളുടെ കണ്ടിന്യൂറ്റി, അയാളുടെ കാര്യങ്ങൾ, ആ ക്യാരക്ടറിന് വേണ്ടി അയാൾ എടുക്കുന്ന എഫേർട്സിന് അത് റൈറ്റ് ആയിരിക്കും. അത് അത്ര നമുക്ക് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് അയാളുടെ ഇഷ്ടം കൂടുള്ളൂ. പിന്നെ നമുക്ക് ആസ് എ പേഴ്സൺ എന്താണെന്നുള്ളത് സെക്കൻഡറി ആണ് നമുക്കൊക്കെ എല്ലാവർക്കും. അയാൾ സീരിയസ് ആണോ, ഇപ്പം ഭഗത്ത് ഈ സിനിമയിലടാ അത് വരണം എന്ന് പറയുന്നത് എനിക്കറിയാം ഭഗത്തിന്റെ ഭാഗം കറക്റ്റായിരിക്കും. അപ്പം എനിക്ക് പോകാൻ ഇഷ്ടമാണ് എന്ന് പറയുന്ന പോലെയാണ്. അയ്യോ, ഞാൻ ഒത്തിരി ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് ഷൈൻ്റെ. ഇത്രയും ഇന്റർവ്യൂ എടുക്കാൻ രസമുള്ള ഒരു ആർട്ടിസ്റ്റ്. ഭയങ്കര രസമാണ് ഷൈനുമായിട്ട് ഞാൻ കുറെ പടം ചെയ്തു. പക്ഷെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു കുറെ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. ഏത് പാതിരാത്രിക്കും വിളിച്ചാൽ ഞാൻ വിളിച്ചു കൊടുക്കില്ല, എന്നെ വിളിച്ചാൽ ഞാൻ എടുക്കും. എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. അവനെ കൊല്ലാൻ അല്ല, അവൻ എന്താ വേണ്ടെന്നുള്ള അവന് ക്ലിയർ ആയിട്ട് അറിയാം. അവൻ എന്താന്നുള്ളത് അവൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവൻ അത് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം മഹാറാണി വളരെ കണ്ട് രസിച്ചിരിക്കാൻ പറ്റുന്ന സിനിമ ആണെങ്കിൽ വേറിട്ടൊരു ഹൊറർ എക്സ്പീരിയൻസ് നമുക്ക് തന്ന ഫിലിമാണ് ഫിനിക്സ്. അത് തികച്ചും മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്യാപ്റ്റനായിട്ട് നിന്നുകൊണ്ട് കളിച്ച കളിയാണത്. വിഷ്ണു ഭരതനും അവരെ നമ്മുടെ എല്ലാ കൂട്ടുകാരെല്ലാം ഒരുമിച്ച് നിന്ന് പിന്നെ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താ അജുവിൻ്റെ കൂടെ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് പറ്റി. പിന്നെ ആ ടീമിൻ്റെ ഒപ്പം ഒരു സക്സസ്ഫുൾ പരിപാടിയുടെ ഒപ്പം കൂടെ എന്നെയും കൂടെ കൂട്ടിയത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക്. ഇപ്പം മലർവാടി നോക്കുകയാണെങ്കിൽ നിവിൻ ചേട്ടനും ചേട്ടനൊക്കെ അജു ചേട്ടനൊക്കെ ഒരുമിച്ച് ഒരേപോലെ തുടങ്ങിയ ഒരു ഇതായിരുന്നു. അപ്പം നിവിൻ പോളി പിന്നീട് ഇത്ര ഒരു സെൻസേഷണൽ ലെവലിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് അപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു? അവൻ പോകുന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ. അവൻ തകർത്ത് വരുന്നുള്ളത് നമുക്ക് പടം കണ്ട ഫസ്റ്റ് മലർവാടി തൊട്ട് നമുക്ക് അറിയാവുന്ന കാര്യം. അവൻ്റെ കാലിബർ എന്താ അത് ഇനി തന്നെ അറിയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് അതിശയോക്തിയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. മൂപ്പർ എങ്ങനെയാണ് അന്ന് ഇന്നും ഒരേപോലെയുള്ള നിങ്ങൾ തമ്മിൽ ആ ഒരു മേ ബി ചിലപ്പോൾ അന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, അന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ്. പിന്നെ നമ്മുടെ കൂട്ടുകാർ വളരുമ്പോൾ അവരുടെ തിരക്കുകൾ നമ്മൾ ബഹുമാനിക്കണം. അതിന് നമ്മൾ അപ്പോഴാണ് ആ റിലേഷൻഷിപ്പ് നന്നായിട്ട് പോകുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ആ വളർച്ചയെ അവൻ്റെ വളർച്ചയെ സന്തോഷത്തോടെ അങ്ങ് കൂടെ നിൽക്കുക, അതല്ലായിരുന്നു ഏറ്റവും നല്ലത്. ചേട്ടാ, ഈ ഫിലിമിന്റെ ടീസർ ഞാൻ കണ്ടിരുന്നു. ജാസി ഗിഫ്റ്റ് പാടിയ പാട്ടൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പം മൊത്തത്തിൽ നമുക്ക് അടിക്കുന്ന ഒരു വൈബ് കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സെറ്റയർ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. സോ എക്സാക്ട്ലി അങ്ങനെയാണോ ഫിലിം? ഹലോ, പറഞ്ഞോ. ഞാൻ വലിയ കൂലങ്കഷമായ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാറില്ല. ചോദ്യങ്ങൾക്ക് ഏറ്റവും നല്ല ഉത്തരം പറയാൻ പറ്റിയ ആള് താടി
കുറച്ച് കൂടുതലുള്ള ആളാണ് പറഞ്ഞത്. അല്ല ഇത് നമ്മള് കമ്മ്യൂണിസ്റ്റ് പരിപാടിക്ക് അത് പറയുമ്പോൾ മൂക്കിൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മൾ നല്ല കാര്യമല്ല പറയണത്, മോശമാണ്. ഈ എന്താ പറയുന്നത് പൊളിറ്റിക്കൽ ഒരു ഏരിയയും കൂടി ഈ സബ്ജക്ട് ഈ സിനിമയ്ക്ക് ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അതും ഇതിനകത്തൊരു ഫാക്ടർ. ഒരു ഫുൾ ഓൺ എന്റർടൈനർ ആയിരിക്കും സംഭവം, ഒത്തിരി ചിരിക്കാനുണ്ടാകും എന്ന് നമുക്ക് ഇതിനകത്ത് ആരും വലിയ തമാശ ഒന്നും പറയുന്നില്ല. പക്ഷെ നമ്മൾ ഒരാൾ പെടുമ്പോൾ നമുക്കൊരു ചിരി വരില്ലേ വേറൊരാൾക്ക്, ആ ഫണ്ട് ഈ സിനിമയ്ക്കുണ്ട് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, നല്ലതാവട്ടെ. കാരണം പക്ഷേ ഇത് ഏതൊരു കാലഘട്ടത്തിലുള്ള ഒരാൾക്കും ജീവിതത്തിൽ ഒരിക്കൽ പെണ്ണ് കാണാൻ പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കല്യാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ കല്യാണം കഴിക്കാൻ പോകുമ്പോഴൊക്കെ ഇതൊക്കെ നമ്മളിങ്ങനെ പറയില്ലേ, നീ പെടാൻ പോകണോ, അല്ലെങ്കിൽ നിനക്ക് പെണ്ണ് കിട്ടിയോ, എല്ലാവരും ചോദിക്കട്ടോ നീ പെടാൻ പോകണത് കല്യാണം എന്ന് പറയുമ്പോൾ പെടാൻ പോകണം അല്ല ചോദിക്കാറില്ല. എനിക്കത് തോന്നിയിട്ടില്ല. തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ പറയട്ടെ, നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് അവരുടേതായ സ്പേസ് കൊടുത്ത് നമ്മൾ അവരെ ഫ്രീ ആക്കുക. അതല്ലേ സ്നേഹം എന്ന് പറഞ്ഞത് അല്ലേ? ഞാൻ മാറ്റം തെന്നിപ്പോയി സ്പേസ് കൊടുക്കുക എന്നുള്ള സാധനം അത്ര. അതാണ് ആക്ച്വലി നിങ്ങൾ രണ്ടുപേരെയും ഭയങ്കര ഫണ്ണി ഹ്യൂമറസ് ആയിട്ടുള്ള ഹീറോസ് ആയിട്ട് കാണാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അതായത് ഇപ്പൊ ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ ടിവിയിൽ വരുമ്പോ ഞാനും എന്റെ അനിയനെ കുത്തിയിരുന്ന് കാണുന്ന ഫിലിം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിലിം എന്താണെന്നറിയില്ല, അത് ആക്ച്വലി ഭയങ്കര വേറൊരു സാധനമുണ്ട്. ഒരിക്കലും മറ്റേ കഥ പറയാം. ഒരു ദിവസം കയ്യില് പുതിയ കിയ വാങ്ങിച്ചല്ലേ, കിയ കാറ്, മറ്റേ കുഞ്ഞു കാറില്ലേ കിയയുടെ, അത് വാങ്ങിച്ചിട്ട് അപ്പൊ എന്നെ വിളി, എടാ നീ അവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഫ്ലാറ്റിലുണ്ട്. അപ്പൊ അങ്ങനെ ഇങ്ങനെ എൻ്റെ അടുത്ത് വരാറില്ല. അപ്പൊ എൻ്റെ അടുത്ത് എടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അപ്പൊ അത് കാറ് വരില്ല. അപ്പൊ എനിക്കൊന്ന് ഓടിച്ചു നോക്കുകയും ചെയ്യാലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓടിക്കാനൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കയ്യിൽ നമുക്ക് ഡ്രൈവൊക്കെ പോയിട്ട് വരാം. അന്ന് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നില്ല അല്ലേ, നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുന്നേ കയ്യിൽ നേരെ ഫ്രണ്ടിലേക്ക് കയറി വന്നു, റിസപ്ഷൻ ഏരിയയിലേക്ക് കയറി വന്നു. അപ്പോൾ കയ്യിലുണ്ട് കൂടെ ഒരാളുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം അത് കയ്യിലുൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളിക്കാരനെ വളരെ മാന്യമായിട്ട് കയ്യിലുന്നെ പോലെ തന്നെ വളരെ മാന്യമായ രീതിയിൽ ഒരു ഓവർ മാന്യത ഉണ്ടല്ലോ, ആ സാധനമൊക്കെ അതെ. അപ്പോൾ അതൊക്കെ കാണിച്ച് വളരെ, അപ്പോൾ കയ്യിൽ എന്തുള്ള വിശേഷം സുഖമായിട്ടിരിക്കണം. അപ്പോൾ നൈറ്റ് അപ്പോൾ അന്ന് നമ്മൾ കള്ളുകൂടി ഉള്ളൊരു സമയമാണ്, ഞാൻ കള്ളുകൂടി ഉള്ള ടൈമാണ്, കുറേ വർഷങ്ങൾക്ക് മുന്നേ, ഈ പടത്തിൻ്റെ ഷൂട്ടിനൊക്കെ മുന്നേ അല്ലേ? അതെ, ഇതിനൊക്കെ മുന്നേ ഈ പടത്തിനില്ല നമ്മള്. അല്ല ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ലല്ലോ, ഞാനിപ്പോൾ ഇല്ല. അപ്പോൾ എനിക്ക് ധൈര്യമായിട്ട് പറയാം. അതെ. അപ്പോൾ അങ്ങനെ കയ്യിൽ വന്ന് പറയുന്നത് അങ്ങനെ ഓക്കെ അല്ലേ, നമ്മൾ എന്താ പരിപാടി? അപ്പോൾ എൻ്റെ ഫ്ലോർ 10ാമത്തെ നിലയല്ല, അപ്പോൾ ഒരു 6ാമത്തെ നിലയ്ക്ക് എത്തിയപ്പോഴത്തേനും ഈ ഡോറ് തുറന്നു, ഈ കൂടെയുള്ള ആൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് ഇയാൾ എങ്ങോട്ടേക്ക് പോകണേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ലിഫ്റ്റാന്ന് ഇറങ്ങിയിട്ട് പുള്ളി 10 മിനിറ്റ് ഞാനും കത്തിയേക്കാം എന്ന് പറഞ്ഞു. എൻ്റെ വിചാരം കൈലുവിൻ്റെ ഫ്രണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ട്, അയാളാണ് ആ പോയത്. അപ്പോൾ അയാളുടെ ഫ്ലാറ്റിൽ പോയിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഫ്രണ്ടാണോ? അപ്പോൾ കയ്യിലും ഫ്രണ്ടാ എന്ന് ചോദിച്ചപ്പോൾ കയ്യിലും അവൻ എനിക്ക് മനസ്സിലാവില്ല, കയ്യിലും വിചാരിച്ചേക്കണം എൻ്റെ ഫ്രണ്ടാണ് അത് എന്ന് കയ്യിൽ വിചാരിച്ചേക്കണം. കയ്യിൽ വിചാരിച്ചത് എൻ്റെ ഫ്രണ്ടാണ്, ഞാൻ വിചാരിച്ചത് കയ്യിലുൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ ചെന്ന് ഒരു 10 മിനിറ്റ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് നമ്മുടെ കലാപരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നോക്കിയത് ഈ പുള്ളിക്കാരൻ വന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ പുള്ളി ഭയങ്കര കാര്യമായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, വളരെ ജോളിയായിട്ട് നടക്കുന്നു. പുള്ളി നേരെ വന്നിട്ട് അടുക്കളയിൽ പോകുന്നു, പുള്ളി നഗറ്റ്സ് ഒക്കെ ഉണ്ടാക്കി പുള്ളി അവിടെ അടുക്കളയിൽ സർപ്രൈസിലൊക്കെ കയറിയിരുന്ന് പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ഓവർ ഫ്രീഡാണ് പുള്ളി ഭയങ്കര കാര്യമായിട്ട്. അപ്പോൾ നമ്മൾ പാട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ കരോക്കെ പാട്ട് പാടുന്ന സുഖമുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ പാട്ടൊക്കെ വെച്ച് നമ്മളിങ്ങനെ പാട്ട് പാടുമ്പോൾ പുള്ളിയാണ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് നിയന്ത്രിക്കുന്നത്. അതല്ല മറ്റത് പാട്. അപ്പോൾ മൊത്തത്തിൽ പിന്നെ എൻ്റെ തോളത്തിൻ്റെ ഒക്കെ തട്ടിയിട്ട് ഇവിടെയൊക്കെ വേദനയായ കാരണം അടി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ അടിയൊക്കെ ആയി പുള്ളി ഭയങ്കര കമ്പനി ഇതെല്ലാം. അപ്പോൾ ഞങ്ങൾ ശരിക്കും വെറുത്തു ഈ മനുഷ്യനെ. എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ മൊത്തത്തിൽ എല്ലാവർക്കും ഒരു ഇറിറ്റേഷനായി. അപ്പൊ കൈലുവിന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ സഹിക്കുക. പക്ഷെ ഞാൻ ഇവന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം സഹിക്കുക. നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നില്ല. കൈലു അങ്ങനെ ഒരാളെ കൈലുവിന്റെ ഫ്രണ്ടിനെ കൊണ്ട് വന്നു. പിന്നെ നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് നമ്മളും സ്വീകരിച്ചു. കൈലുവിന്റെ ബൈബിൾ ഒരാളായിരിക്കുമല്ലോ വന്നത് എന്തായാലും. അത് അങ്ങനെ രീതിയിൽ ഇരുന്നത്. അപ്പൊ കൈലു വിചാരിച്ചു എന്റെ കൂടെയുള്ള ആളായിരിക്കും, എന്റെ ഫ്രണ്ട് ആയിരിക്കും എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വെളുപ്പിന് ഒരു 4 മണി അല്ലേ 4 മണി 5 മണി ആയത്തിന് എനിക്ക് ഉറക്കമില്ല. കൂടെ ഉള്ളവന്മാരെല്ലാം എന്നെ ചീത്ത വിളിക്കുക, ഇത് എവിടെ നിറയെ സാധനത്തിന് കൊണ്ടുവന്നത് ഇങ്ങനെ വെച്ചിട്ട് ചെയ്തത്. എല്ലാവരും പോയി എനിക്ക് ഉറക്കമില്ലാണ്ട് ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പിണങ്ങി ഇയാൾ കാരണം. അത് മൊത്തം കൊളായി.
ഞാൻ രാത്രി അപ്പോൾ കൈലൂനോട് എനിക്ക് ദേഷ്യം കയറിയിട്ട് രക്ഷയില്ല, ഈ തെണ്ടി എന്തിനാണ് അയാളെ വിളിച്ചോണ്ട് വന്നത്. അപ്പം രാവിലെ ഞാൻ വിളിച്ചു, ഹലോ എണീറ്റാ? അത് ആ കുഴപ്പമില്ലടാ എണീറ്റ്. എന്താ ഫ്രണ്ട് ഉണ്ടോ, പോയോ എന്ന് ചോദിച്ചു. ഏത് ഫ്രണ്ട്? അല്ല കൈലു വന്നപ്പോൾ ഒരു ഫ്രണ്ടിനെ കൊണ്ടല്ലേ വന്നത്. അത് നിന്റെ ഫ്രണ്ടല്ലേ? സത്യം പറയട്ടെ, ഇന്ന് വരെ ഞങ്ങൾക്ക് അറിയില്ല. സത്യമായിട്ടല്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അറിയില്ല. എനിക്കറിയില്ല, ഞങ്ങൾക്ക് പേര് പോലും അറിയില്ല. അതായത് ഞാൻ എന്നാല് ഇവൻ ഒരിക്കലും എപ്പോഴും ഒരു കീയുടെ കാര്യങ്ങളോട് പറഞ്ഞു എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ നമ്മളൊരു വണ്ടി മേടിച്ചപ്പോൾ ഞാൻ താഴെ അവിടെ ഇവനൊന്ന് കാണിച്ചേക്കാന്ന് വെച്ചാൽ താഴെ എത്തിയാണ്. ഞാൻ ഇവൻ താഴോട്ട് വരുമെന്ന് പറഞ്ഞു എന്നെ പിക്ക് ചെയ്യാൻ. ഒരു കാര്യമില്ല, ഞാൻ മേലോട്ട് കയറി ചെല്ലുന്ന ആളാ. ഇവൻ വരുമ്പോൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു പുള്ളി. അപ്പൊ പുള്ളി എന്നോട് സംസാരിച്ച്. അപ്പൊ ഞങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ ഇവൻ വന്ന്, ഇവൻ ഭയങ്കര കമ്പനി, ഞാനും കമ്പനി. നമ്മളൊരാളോട് നന്നായി സംസാരിച്ചതാ. അപ്പൊ എന്നോട് ചോദിച്ചു എവിടെ പോകണം, ഞാൻ പറഞ്ഞു ഭഗത്ത് വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ന് പറയുമ്പോൾ ഇവൻ വരുന്നേ എന്ന് പറഞ്ഞു. പുള്ളി ആ 6ാമത്തെ ഫ്ലോറിൽ ഇറങ്ങി. അപ്പൊ ഇവൻ പറയുന്നുണ്ട് നമ്മൾ 10ലാട്ടോ. ആ പുള്ളി 10F അല്ലേ, എന്തോ ആ അങ്ങോട്ട് വരാന്ന്. അപ്പൊ കയ്യിൽ വെച്ച ഫ്രണ്ടാ എന്ന് ചോദിച്ചു. ആ അപ്പൊ എന്റെ ഫ്രണ്ട് ടോൺ മാറിപ്പോയി. കയ്യിൽ എന്റെ ഫ്രണ്ടാ എന്ന് പറഞ്ഞ എന്റെ എന്നുള്ള സാധനം ഞാൻ കേട്ടില്ല. ഞാൻ ഊഹിച്ചു എന്റെ ഫ്രണ്ടാ എന്നുള്ള സാധനം ഞാൻ ഊഹിച്ചു. പക്ഷെ കയ്യിൽ ഫ്രണ്ടാ എന്ന് എന്റെ അടുത്ത് എങ്ങനെയാ ചോദിച്ചേ, നിന്റെ ഫ്രണ്ടാ എന്നാ ചോദിച്ചത്. അപ്പൊ ഞാൻ ആ 5-6 പേര് സാക്ഷിയാണ്. അതായത് എനിക്ക് ഇന്ന് ശരിക്കും അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടാവോ ഫിനിക്സ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അടി തുടങ്ങിയതിന് ശേഷമാണ് തോന്നാത്ത പല വെടി ശബ്ദങ്ങളും ഈ ഇന്റർവ്യൂ വേറെ ലൈനിൽ പോകട്ടോ. ഇതൊരു ഫിനിക്സ് റൂട്ടിൽ പോകണ്ട്. എന്തായിരുന്നു അത്, ആരായിരുന്നു വന്നത്? സെൽഫി എടുക്കുമ്പോ മാത്രം അപ്പുറത്തൊരു ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല. ഫോട്ടോ വീഡിയോ അന്നത്തെ എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ വീണ്ടും വീണ്ടും സെൽഫി എടുക്കാൻ പറ്റും. ഇതിന് നമ്മൾ ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തിരിക്കുമ്പോ നമ്മൾ സെൽഫി എടുക്കുകയോ പരിപാടികളൊന്നും ഇല്ലല്ലോ. അല്ലെ അങ്ങനത്തെ ഒരു മൊമെന്റ് ആയിരിക്കണം. ആക്ച്വലി എന്തൊരു ഞാൻ ഇവനെ താഴെ വന്ന് വണ്ടി കാണിച്ച് പോവാം എന്നുള്ളതായിരുന്നു എന്റെ പ്ലാൻ. ഞാൻ പുതിയ കീ കാണാനുള്ള കൊതി കൊണ്ട് അപ്പൊ അത് സംഭവിച്ചാണ്. അപ്പൊ ഇവൻ താഴോട് പറഞ്ഞു ഇന്ന് വന്ന് നന്നായി, ഞാൻ ഇന്നലെ ഒരു പ്രത്യേകതരം ഇവൻ എന്തോ ബീഫ് എന്തോ സാധനം ചിക്കൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ വന്ന നന്നായെന്നും പറഞ്ഞിട്ട് അതിനാണ് നമ്മൾ മേളിൽ പോകുന്നത്. ഈ വണ്ടി അടിച്ചിട്ട് അല്ല വണ്ടി കണ്ടില്ല ഞാൻ വണ്ടി പാക്ക് ചെയ്തിട്ട് അവിടുന്ന് ഞങ്ങൾ മേലിൽ പോയല്ലോ. പിന്നെ വെളുപ്പിന് 4 മണിക്ക് ഞാൻ പോയി. പിന്നെ വണ്ടി കണ്ടിട്ടില്ല അയാൾ കാരണം, ഇന്നും വണ്ടി കണ്ടിട്ടില്ല. കണ്ടു നിങ്ങൾ ആ മറ്റേ ഇവിടെ ബാങ്കിൽ വന്നില്ല പുള്ളിക്കാരിയായിട്ട്? ശരി, ആ സമയത്ത് ഞാൻ കണ്ടായിരുന്നു. എന്നാലും ചേട്ടൻ ആരായിരിക്കും എന്നുള്ള ഒരു അല്ല ഈ ഇന്റർവ്യൂ ഉണ്ട്. അയാൾ ചിലപ്പോ ഇന്നായിരിക്കും റിയലൈസ് ചെയ്യാൻ പോണേ. ഇനി അയാൾ എങ്ങനെ വരുമോ? ഹലോ, നിങ്ങൾ ഇന്റർവ്യൂവിൽ പറഞ്ഞ ആളും ഞാനാണ്. നമുക്ക് ഒന്നുകൂടെ ഇരിക്കണ്ടേ? അപ്പൊ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ടീലന്റ് കിട്ടിയില്ലേ?